2024 പാർലമെൻറ്റ് ഇലക്ഷൻ, അതായത് 3.0 മോദിയുടെ വന്ന സമയത്ത് ഉറപ്പായിട്ടും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും നിഗമനം. ഏകദേശം 312, 320 അത്രമാത്രം സീറ്റ് കിട്ടുമെന്നുള്ള കാൽക്കുലേഷനിൽ തന്നെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയും BJPയും ഇന്ത്യയിലുള്ള ഇലക്ഷൻ പ്രവചനം നടത്തിയത്. ഗ്ലോബൽ മീഡിയ പോലും ആ രീതിയിലാണ് പോയത്. പക്ഷേ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല. പ്രധാനമന്ത്രി അതിൻ്റെ അകത്ത് പതറി എന്നുള്ള കാര്യം സത്യമാണ്. കാരണം തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ആ പിന്തുണയോടുകൂടിയാണ് മോദിയുടെ 3ാം തവണ, അതും ചരിത്രത്തിലാദ്യമായിട്ട് നെഹ്റുവിനൊക്കെ ശേഷം അധികാരത്തിലേറുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇന്ത്യയിൽ പാർലമെൻറ്റിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മറ്റുള്ളവരൊക്കെ എന്തോ ആക്രോശമാണ് നടത്തിയത്. അവിടെ മാത്രമൊന്നുമല്ല, വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, അവിടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി വളരെ മോശമായിട്ട് ഇന്ത്യയെപ്പറ്റിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെപ്പറ്റിയും വളരെ 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 ഹീനമായ കാര്യങ്ങൾ, വെറും കള്ളത്തരങ്ങൾ മാത്രം സ്പ്രെഡ് ചെയ്തു. കാരണം ഇവിടെയുള്ള ചില യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എന്തോ തലയ്ക്ക് ബോധമില്ലാത്ത രീതിയിലാണ് പലതും പറഞ്ഞുകൊണ്ടിരുന്നത്. പല സമ്മേളനങ്ങളൊക്കെ വളരെ മോശമായിട്ട് ഇന്ത്യൻ ജനാധിപത്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതാൻ ശ്രമിക്കുന്നു, ഇന്ത്യയുടെ അന്തസത്ത, പ്ലൂറലിസം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഏറ്റവും ഹീനമായ രീതിയിലുള്ള ആക്രമണം അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലും നടത്തി, ഇന്ത്യ പാർലമെൻറ്റിനും പുറത്തും നടത്തി. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ മറുപടിയാണ് ഹരിയാന ഇലക്ഷനും മഹാരാഷ്ട്ര ഇലക്ഷനും. രണ്ടിടത്തും BJP പരാജയപ്പെട്ടതാണ്. പക്ഷേ ഇനി കാൽക്കുലേഷൻ, വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നോക്കാം. അത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പിന്നീട് UPയിൽ നടന്ന ഇപ്പോഴത്തെ മിഡ് ടൈം പോളും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതായത് BJP എന്ന പാർട്ടി ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തിന് മുകളിലോട്ട് പോയി. അതായത് നരേന്ദ്രമോദി അജയ്യനായിട്ട് തിരിച്ചു വന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗം ഞാൻ ലൈവ് കേട്ടപ്പോൾ മനസ്സിലായത്. അത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. കഴിഞ്ഞ 10 വർഷം 11 വർഷം എടുത്താൽ നമ്മൾ എന്ത് ചെയ്തും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇന്ത്യയിലെ പുരോഗതിയിലോട്ടും ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി, ഇവിടെയുള്ള ജനങ്ങളുടെ ലൈഫ് സ്റ്റൈല്, ഇവിടെയുള്ളവരുടെ ബിസിനസ്, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന രീതിയിലാക്കിയെടുത്തത് ഉറപ്പായിട്ടും നരേന്ദ്രമോദിയാണ്. അതിന് BJPക്കും വലിയ പങ്ക് വഹിക്കുക. കാരണം ആ പാർട്ടിയിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ താഴ്ത്തിക്കെട്ടുവാൻ ഈ രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ശ്രമിച്ചപ്പോൾ അതിന് ജനങ്ങൾ കൊടുത്ത അടിയാണിത്. ബേസിക്കലി മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇവിടെയൊക്കെ കിട്ടിയത് ശരിക്കുള്ള അടിയാണ് അവർക്ക് കിട്ടിയത്. ഇത് മനസ്സിലാക്കിയ എല്ലാ കമ്മ്യൂണിറ്റിയും ഒരുമിച്ചാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാണ്ട് മറ്റൊരു പോയിൻ്റാണ്. ഇപ്പോൾ UPയിൽ പോലും സമാജ്വാദി പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടാനിടവന്ന് ലോക്സഭാ ഇലക്ഷനിൽ. കാരണം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവർ മുന്നേറിയത്. ഇവിടൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്, ജാതി രാഷ്ട്രീയം. ജാതി സെൻസസ് നടത്തണം, അത് നടത്തണം, ഇത് നടത്തണം. അതായത് വീണ്ടും ഇന്ത്യ ജാതി കൊണ്ട് വിഭജിക്കുവാൻ വേണ്ടി ശ്രമം നടത്തി വലിയ രീതിയിൽ. അപ്പം BJP പാർട്ടിക്കകത്തുള്ള പല MPമാരും നേതാക്കന്മാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ജാതി സെൻസസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട്. ആ കാര്യത്തിൽ മോദി എതിർപ്പാണ്, BJP എതിർപ്പാണ്. പക്ഷെ അവിടെയൊക്കെ ഇന്ത്യ ഒരുമിച്ച് നിർത്തുക, ഇന്ത്യയുടെ കമ്മ്യൂണിറ്റി ഒരുമിച്ച് നിർത്തുക, ജാതിയായിട്ട് നമ്മൾ വിഭജിച്ച് പോകരുത്. അതിനുവേണ്ടി പ്രധാനമന്ത്രിയും അതേപോലെ BJPയുടെ സീനിയർ ലീഡേഴ്സ് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. ചില ലീഡേഴ്സ് അതിനോട് വിയോജിച്ചു. ഇപ്പം മഹാരാഷ്ട്രയിലാണ് കണ്ടത് ഏറ്റവും കൂടുതൽ ജാതി രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ജാട്ടുകളുടെ ഇഷ്യൂ, അതും മറ്റൊരു ഇഷ്യൂ, കമ്മ്യൂണിറ്റി ഇഷ്യൂ ആണ്. പിന്നെ കർഷക ഇഷ്യൂ, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ച് ആലോചിക്കുക, വല്ലാത്ത രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ 3ാമത്തെ ടൈം കഴിഞ്ഞപ്പോൾ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനൊക്കെ ജനം കൊടുത്ത മറുപടിയാണിത്. ഇനി ഉണ്ടാകാൻ പോകുന്നത് അതായത് 3ാമത്തെ ടൈം എന്ന് പറയുന്നത് 2ാമത്തെ ടൈമിനേക്കാളും ശക്തമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ശക്തമാകുന്നത്? പല ക്രൂഷ്യൽ ബില്ലുകൾ വരാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട 2-3 ബില്ലുകൾ മാറ്റിവെച്ചു. അതായത് കർഷക ബില്ല് മാറ്റിവെച്ചത് വിഡ്രോ ചെയ്തു. അതേപോലെ തന്നെ മീഡിയയുമായിട്ടുള്ള ബന്ധപ്പെട്ട്
ആ ബില്ല് വീണ്ടും അത് മാറ്റിവെച്ചു. മറ്റൊരു ബില്ല്, വഖഫിൻ്റെ ബില്ല്, അതും മാറ്റിവെച്ചു. ഇനിയും വരാൻ പോകുന്ന യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യ പാസ്സാക്കും. അത് ഏറ്റവും ആവശ്യമാണ് ഇന്ത്യയിൽ. അതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആരാണ്? വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവരാണ് അതിനെ എതിർക്കുന്നത്. അതായത് ഇന്ത്യൻ പൗരനേക്കാളും മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ, അവിടെയാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഉറപ്പായിട്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. അതേപോലെ കാശ്മീരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി അവിടെ ഒന്നും ഉണ്ടാകുന്നില്ല. അതാണ് മാടയാണ് ഗോടയാണ്. ഒരു കാരണവശാലും കാശ്മീരിൽ ആർട്ടിക്കിൾ 370 വരാൻ പോകുന്നില്ല. ഒരു കാരണവശാലും ഇനി ആര് വിചാരിച്ചാലും വരാൻ പോകുന്നില്ല. അതേപോലെ കാശ്മീർ മാറി. അവിടെ ചില വെടിവെപ്പുകൾ ഉണ്ടാകുന്നു. ഈ തീവ്രവാദികൾ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ ട്വിറ്ററിലുള്ള, അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കാണണം. വളരെ മോശമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുക. ഇന്ത്യൻ ആംഡ് ഫോഴ്സാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ ഒരു മൊറാൽ ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് ഇവർ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ത്യ ഭരിച്ചാലും അവരാരും ടച്ച് ചെയ്യാത്ത സംഭവമാണ് ഇന്ത്യൻ ഡിഫൻസ് ആണെങ്കിലും ആംഡ്. കാരണം അവരാണ് അതിർത്തി നോക്കുന്നത്, അവരാണ് ഈ ലോ ഇൻറ്റൻസിഫൈ വാർ ആണെങ്കിലും എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നത്. ഉറപ്പായിട്ട് എത്രയോ പേര് അവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യക്ക് വേണ്ടി ജീവിതവും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാതെ കള്ളത്തരങ്ങളും കപടതകളും മാത്രം ഓരോന്നായിട്ട് നിരത്തും. അതായത് ഇന്ത്യയെ വിഭജിക്കാൻ വരുന്ന പലർക്കും വേണ്ടി കൂട്ടുപിടിക്കുക. പല വിദേശ ശക്തികളും ഇന്ത്യക്ക് എതിരായിട്ട് വന്നു. ചൈനയ്ക്കും പാകിസ്ഥാനും പോലും അനുകൂലമായിട്ട് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയുടെ റെസ്പോൺസിബിളായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ കൊണ്ടുവന്നു. ഇവിടെ എല്ലാം ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മോദി മാത്രമാണ്, വേറെ ആരുന്നു. കാരണം അവരപ്പോൾ മോദി മാറിയാൽ കാരണം മോദിയാണ് ഇന്ത്യ മുന്നോട്ട് നയിക്കുന്നത്. കാരണം മോദി മാറുന്ന ഇവരുടെ കളികളൊക്കെ നടക്കും. ഇതാണ് ഇഷ്യൂ. അതവിടെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യം കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായത് കഴിഞ്ഞ 60 വർഷം കൊണ്ട് കോൺഗ്രസ്സിന് കൊടുക്കാൻ പറ്റാത്തതാണ്. അതേപോലെ ഇന്ത്യക്കാരുടെ ലൈഫ് സ്റ്റൈല് എത്രമാത്രമാണ് മാറ്റമുണ്ടായത്. അതേപോലെ കോവിഡ് പാൻഡമിക് അതിനെ ഏറ്റവും ശക്തമായ രീതിയിൽ ഓവർകം ചെയ്ത രാജ്യമാണ്, ഏറ്റവും പോപ്പുലേഷനുള്ള രാജ്യമായ ഇന്ത്യ. പല സന്ദർഭങ്ങളിലും ഇന്ത്യയെക്കാളൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന, ഗ്ലോബൽ GDP 2ാം സ്ഥാനം നിൽക്കുന്ന ചൈനയെ പോലും ചില സെഗ്മെൻറ്റിൽ നമുക്ക് പിറകിലാക്കുവാൻ സാധിച്ചു. അതായത് ഇന്ത്യയുടെ ഒരു ലീഡർഷിപ്പാണ് അതിൻ്റെ കാരണം. അത് മനസ്സിലാക്കുക. ഓരോ സമയത്ത് ഓരോ വിഷുവിനും ദീപാവലിക്കും ഓരോ ദിവസം ബോംബ് സ്ഫോടനം അത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് നിർത്തലാക്കി. ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പല വിഘടനവാദികളും തീവ്രവാദികളും ഇന്ത്യയിൽ നിന്ന് ഓടിച്ചു. അവൻ പാകിസ്ഥാനിൽ ചെന്ന് ഒളിച്ചിരിക്കാതെ അവിടെ ചെന്ന് കൊല്ലാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് മോഡിക്കുക. മനസ്സിലാക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കുമോ? ഇതേപോലെയുള്ള തീവ്രവാദികൾ സ്ഥിരമായിട്ട് ഇന്ത്യയിൽ കൊലപാതകം ചെയ്യുന്നു, പൊട്ടിക്കുന്നു. അവരവിടുത്തെ പാകിസ്ഥാനിൽ പോയിട്ട് വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. അവൻ്റെ പുറകെ പോയി. അതാണ് മോദി പറഞ്ഞത്, നീ എവിടെ പോയാലും നിൻ്റെ പുറകെ വരും. അതോടുകൂടിയാണ് ഇതൊക്കെ തണുത്തത്. അതോടുകൂടിയാണ് ഇന്ത്യ ശാന്തമായത്. പിന്നീട് ഇവിടെ പല പൊളിറ്റിക്കൽ ഫോഴ്സുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഫണ്ട് കിട്ടി, പലരുടെയും, ജോർജ് സോറസ് ആണെങ്കിൽ മറ്റുള്ള, അത് വെച്ച് ഇവിടെ കളിക്കാൻ ശ്രമിച്ചു. ചില യൂട്യൂബ് ചാനൽ ജർമ്മനിയിൽ നിന്ന് വരുന്നു, ചിലർ അവിടുന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു, ചില മീഡിയകൾ ഡെലിബറേറ്റ് ആയിട്ട് സ്റ്റോറി ഉണ്ടാക്കുന്നു. അപ്പം ഇതിൻ്റെ പുറകിലൊക്കെ ഹിഡൻ അജണ്ടയുണ്ട്. അപ്പം ഇവരെല്ലാം താറടിക്കാൻ നോക്കിയത് മോദിക്ക് ഭൂരിപക്ഷമില്ല, എപ്പോഴും ഈ മന്ത്രിസഭ താഴെ വീഴാം. എന്താണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത്? അതായത് മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിയുമ്പോൾ മോദി രാജിവെക്കും, നമ്മൾ തയ്യാറായിരിക്കണം, നമ്മളായിരിക്കും അധികാരത്തിൽ കയറുന്നത്. ലാലു പ്രസാദ് യാദവ് ഇന്ത്യ കണ്ട ഏറ്റവും അഴിമതിക്കാരൻ. അയാളുടെ മകനെ കൊണ്ടുവരികയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി. അതാണ് ഇനി ബീഹാറിലുണ്ടാകുന്ന ഇലക്ഷൻ പോലും അതായത് ചിലരുടെ കാൽക്കുലേഷൻ പൂർണ്ണമായിട്ട് തെറ്റി. ചിലരുടെ കുടുംബാധിപത്യം. എന്താണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്? അതായത് ബാൽ താക്കറെ, അത് കഴിഞ്ഞ് ഉദ്ധവ് താക്കറെ, ആദിത്യ താക്കറെ, അത് തീർത്ത് കൈ കൊടുത്തു. അതായത് ഇന്ത്യൻ ജനത മാറി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി കുടുംബം അപ്പൻ്റെ ഇവരാണ് സംഭവം. അതല്ല ഇന്ത്യൻ ജനവിഭാഗം, ഇന്ത്യയുടെ ചെറുപ്പക്കാർക്കും അവർ ചിന്തിക്കുവാൻ തുടങ്ങി. അവർക്കൊരു നേതാവിനെ വേണ്ടത്, ഇന്ത്യ ഭരിക്കേണ്ട റെസ്പോൺസിബിൾ, അക്കൗണ്ടബിലിറ്റിയും ഫ്യൂച്ചറും നോക്കുന്നവർ അവർക്ക് മതി. അവർക്ക് അതിൻ്റെ 2024 ചില തെറ്റോ അതൊരു തിരുത്താൻ തയ്യാറാണ്. അതാണ് ഈ 2 നിയമസഭാ ഇലക്ഷനിലും കൊടുക്കുന്ന ഏറ്റവും വലിയ, ശരിക്കും കൊടുക്കുന്നൊരു താക്കീതാണ്.
അതേപോലെ തന്നെ ജാതി രാഷ്ട്രീയം കളിക്കുന്നു, മതരാഷ്ട്രീയം കളിക്കുന്നു, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു. അവനും മനസ്സിലായി. ഇപ്പോൾ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിലത് ഇഷ്യൂ ഉറപ്പായിട്ടും ഇഷ്യൂ ആകും. മഹാരാഷ്ട്രയിൽ ഇഷ്യൂ ആയില്ലയോ? എത്രയോ കർഷകൻ്റെ ലാൻഡാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതേപോലെ കർണാടകയിൽ ഇഷ്യൂ, കർണാടക കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, എത്രയോ 1000 ഏക്കേഴ്സാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ പ്രശ്നമാവുന്നില്ലേ? ഉണ്ടാകുന്നുണ്ട്, പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഈ വഖഫ് അവസാനം BJPക്ക് അനുകൂലമായിട്ട് മാറി. ഇനി വഖഫിൻ്റെ ബില്ല് പാർലമെൻറ്റിൽ വരുന്നു എന്ന് വിചാരിക്കുക. ഈ കേരളത്തിൽ നിന്ന് ഇത്രമാത്രം വഖഫിനെ ബില്ലിനെ എതിർത്തവർ ഇനി എതിർക്കാൻ പറ്റുമോ? ഇതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ ഇന്ത്യൻ ജനത തയ്യാറാകും. അതാണ് ഈ 2 ഇലക്ഷനിലും മോദി നമുക്ക് കാണിച്ചു തന്നൊരു പാഠം. മോദി വീണ്ടും അജയ്യനായി. ഇനിയും BJP വരുന്ന 15-20 കൊല്ലം ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അവർ തന്നെയായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. അതിന് കൃത്യമായ രീതിയിലാണ് അസംബ്ലി ഇലക്ഷൻ്റെ പോക്കുകളും അതിൻ്റെ കണക്കുകളും അതിൻ്റെ റിസൾട്ട് നമ്മെ കാണിക്കുന്നത്.